അങ്കമാലിയുടെ വികസന പ്രതീക്ഷകളെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ ദുബായിൽ ഗ്ലോബൽ ബിസിനസ് മീറ്റ് ഓഫ് അങ്കമാലി സംഘടിപ്പിച്ചു. UAE ഉൾപ്പെടെയുള്ള വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ 100-ലധികം വ്യവസായികൾ സംബന്ധിച്ചു. അങ്കമാലി MLA റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. എറണാകുളം ജില്ലയുടെ കവാടമായ അങ്കമാലിയെ ഗൾഫിന്റെ കവാടമായ ദുബായിയുടെ മണ്ണിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഗ്ലോബൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചത്. UAEയിലെ അങ്കമാലി നിവാസികളുടെ കൂട്ടായ്മയായ ആൻഡ്രിയായിരുന്നു പരിപാടിയുടെ സംഘാടകർ. അങ്കമാലി MLA റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ തന്നെ ഒരു ഹൃദയഭാഗമായിട്ടുള്ള അങ്കമാലിക്ക് ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, അങ്കമാലിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക, കൂടുതൽ ആളുകളെ അവിടേക്ക് ആകർഷിക്കുക. അതുപോലെ തന്നെ അങ്കമാലിയിൽ നിന്ന് നിരവധി ആളുകൾ ലോകത്തിൻ്റെ പല കോണുകളിലും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ കൂട്ടിയോജിപ്പിക്കാനായിട്ടുള്ളൊരു പരിശ്രമമാണ് അങ്കമാലി NRI അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. നമ്മളും അതുമായിട്ട് പൂർണ്ണമായി ചേർന്നുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള മാക്സിമം പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. കേരളത്തിലെ ചെറുപ്പക്കാർ നാടുവിടുകയാണ്. അവർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പുതിയ നിക്ഷേപങ്ങൾ വരണമെന്നും റോജി എം ജോൺ ദുബായിൽ ജയ്ഹിന്ദ് ന്യൂസിനോട് പറഞ്ഞു. പക്ഷേ കേരളത്തിന് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള പല മേഖലകളുണ്ട്. ടൂറിസം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, IT, സർവീസ് സെക്ടർ, ഈ മേഖലകളിൽ കേരളത്തിന് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള മേഖലകൾ നമ്മൾ കണ്ടെത്തി ആ മേഖലകളിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാനായിട്ട് സർക്കാരുകളും അതുപോലെ തന്നെ നമ്മുടെ ഒരു എല്ലാവരും കൂടെ ഒരു പരിശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിന് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ നാടുവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദേ ഡോണ്ട് ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ കേരള. അവർക്ക് സാധ്യതകളില്ല, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് ഇല്ല എന്ന് അവർക്കൊരു ചിന്തയുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിൽ അവസരങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കണം. അവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അവിടെ ബിസിനസ് വേണം, സംരംഭങ്ങൾ വേണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമല്ല. വ്യവസായി സോഹൻ റോയ്, ആൻഡ്രിയ പ്രസിഡന്റ് ലിജി റെജി, സെക്രട്ടറി KP റോബി, കൺവീനർ റോബിൻ അഗസ്റ്റിൻ, സലാം പാപ്പിനിശ്ശേരി, ടോളിൻസ്, ഫ്രാൻസിസ് കൈതാരത്ത്, ഹരിഹരൻ അയ്യർ, ജെയിംസ് മാത്യു, എഡ്വീന വിമൽ, മുഹമ്മദ് ഹനീഫ്, ഡോക്ടർ സണ്ണി ജോസഫ് എന്നിവർ സംസാരിച്ചു. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ 100-ലധികം വ്യവസായികൾ ഗ്ലോബൽ ബിസിനസ് മീറ്റിന്റെ ആദ്യ അധ്യായത്തിൽ പങ്കെടുത്തു. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.